ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ താരങ്ങൾ തമ്മിൽ വലിയ മത്സരമാണ് നടക്കുന്നത്. ഋഷഭ് പന്ത്, വിരാട് കോഹ്ലി എന്നിവർ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ മടങ്ങിയെത്തുന്നതോടെ ഇംഗ്ലണ്ടിനെതിരായ അവസാന പരമ്പരയിൽ കളിച്ച ഇന്ത്യൻ ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങൾ വരുമെന്ന കാര്യം ഉറപ്പാണ്. മധ്യനിരയിൽ സ്ഥാനം നേടാൻ ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ് എന്നിവരടക്കമുള്ള സൂപ്പർ താരങ്ങൾ രംഗത്തുണ്ട്. ശ്രേയസ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നെങ്കിലും അടുത്ത പരമ്പരയിൽ സ്ഥാനം ഉറപ്പില്ല. സൂര്യകുമാർ യാദവ് ആകട്ടെ ടെസ്റ്റ് ടീമിലേക്കുള്ള തിരിച്ചുവരവാണ് ലക്ഷ്യം വെക്കുന്നത്. ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് മുൻപ് മികച്ച പ്രകടനങ്ങളിലൂടെ സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇത്തവണത്തെ ബുച്ചി ബാബു ട്രോഫിയിൽ ഇരുവരും മുംബൈക്ക് വേണ്ടി കളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ രണ്ടുപേരും ആരാധകരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്പിൻ ഹിറ്റർമാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കളിക്കാരനാണ് ശ്രേയസ് അയ്യർ. എന്നാൽ ബുച്ചി ബാബു ട്രോഫിയിൽ തമിഴ്നാട്ടിനെതിരെ സായ് കിഷോറിന്റെ സ്പിന്നിന് മുന്നിൽ അദ്ദേഹം വീണു. 3-ാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രേയസ് 3 പന്തുകൾ മാത്രം നേരിട്ട് വെറും 2 റൺസ് മാത്രം നേടി പുറത്താവുകയായിരുന്നു. ബുച്ചി ബാബു ട്രോഫിയിൽ മികച്ചൊരു ഇന്നിംഗ്സ് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യൻ സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രേയസിന് കഴിയുമായിരുന്നു. എന്നാൽ അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അതേസമയം ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയെങ്കിലും അതിനു മുൻപ് ബോളിംഗിൽ ഒരു വ്യത്യസ്ത ആക്ഷനിലെത്തി ശ്രേയസ് അയ്യർ ഞെട്ടിച്ചിരുന്നു. വെസ്റ്റ് ഇൻഡീസ് സ്പിന്നർ സുനിൽ നരേനെ പോലെ പന്ത് പിന്നിൽ ഒളിപ്പിച്ചുകൊണ്ടെത്തിയുള്ള ബോളിംഗ് ആയിരുന്നു താരത്തിൻ്റെത്. ആകെ 1 ഓവർ മാത്രമാണ് അദ്ദേഹം എറിഞ്ഞത്. ഇതിൽ 7 റൺസ് വഴങ്ങിയെങ്കിലും വിക്കറ്റുകളൊന്നും വീഴ്ത്താൻ ശ്രേയസിനായില്ല. എന്തായാലും താരത്തിന്റെ പുതിയ ബോളിംഗ് ആക്ഷൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരെ നടന്ന ബോർഡർ ഗവാസ്കർ പരമ്പരയിലാണ് സൂര്യകുമാർ യാദവ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ ഒരൊറ്റ ടെസ്റ്റ് മാത്രമാണ് അദ്ദേഹം കരിയറിൽ കളിച്ചത്. 8 റൺസ് മാത്രമാണ് ഈ കളിയിൽ അദ്ദേഹത്തിന് നേടാനായതും. ഇതിനുശേഷം പരിക്കിനെ തുടർന്ന് ടീമിൽ നിന്ന് പുറത്തായ സൂര്യകുമാർ യാദവിന് പിന്നീട് ടെസ്റ്റ് സംഘത്തിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല. ടെസ്റ്റ് പരമ്പരകളിലൊന്നും അദ്ദേഹം ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിലേക്കുള്ള തിരിച്ചുവരവാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. 3 ഫോർമാറ്റുകളിലും ഇന്ത്യക്കായി കളിക്കാനുള്ള ആഗ്രഹം സൂര്യകുമാർ യാദവ് മുൻപ് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബുച്ചി ബാബു ട്രോഫിയിൽ കളിക്കുന്നത് ഈ സീസണിലെ റെഡ് ബോൾ ടൂർണമെന്റുകൾക്കായിട്ടുള്ള ഒരു മികച്ച മുന്നൊരുക്കമാകുമെന്നും അദ്ദേഹം മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ടൂർണമെന്റിൽ കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് സൂര്യകുമാർ യാദവ് സ്വയം മുന്നോട്ട് വരികയായിരുന്നു. ടെസ്റ്റ് ടീമിലേക്ക് ഏത് വിധേനയും തിരിച്ചെത്തുകയാണ് ഈ നീക്കത്തിലൂടെ സൂര്യകുമാർ ലക്ഷ്യമിടുന്നത്. ബുച്ചി ബാബു ട്രോഫിയിൽ മുംബൈക്കായി കളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചതും ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടു തന്നെയാണ്. എന്നാൽ തമിഴ്നാടിനെതിരായ കളിയിൽ അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചതുപോലെ തിളങ്ങാൻ സാധിച്ചിട്ടില്ല. മികച്ച തുടക്കം ലഭിച്ചതിന് ശേഷം അത് വലിയ സ്കോറാക്കി മാറ്റുന്നതിൽ സൂര്യകുമാർ യാദവ് പരാജയപ്പെടുകയായിരുന്നു. 3 ബൗണ്ടറികളും 1 സിക്സറും അടക്കം 30 റൺസ് എടുത്താണ് അദ്ദേഹം കളിയിൽ നിന്ന് പുറത്തായത്. ഈ മത്സരത്തിൽ ഒരു കിടിലൻ ഇന്നിംഗ്സ് കാഴ്ചവെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ടെസ്റ്റിലെ തലവര തന്നെ മാറിയേനെ.